പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ മക്കളെ ഉടമ്പടി എടുത്തവരും എടുക്കാത്തവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോയെ, അവിടെ ഉടമ്പടി അനുസരിച്ച് ജീവിക്കുന്നവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ കർത്താവേ, അങ്ങനെ മക്കൾ ആദരവോടെ രേഖകളും പിടിച്ചുകൊണ്ട് മുട്ടയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോ കർത്താവേ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, നിന്റെ കഴിവ് കൊണ്ടല്ല എൻ്റെ കൃപ കൊണ്ടാണെന്ന് അലച്ചിത കർത്താവിൻ്റെ അതേ വചനങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങയുടെ മക്കളുടെ ശിരസ്സിലും ആ രേഖകളിലും ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിപ്പുഴ പോലെ വൈദാഖലം പോലെ ദീപികമായ ശക്തി ഈ വ്യക്തികളിലേക്ക് ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മക്കൾ അങ്ങനെ ആർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്? ഈ സമയത്ത് അവരെ വലത്ത് വിടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും കർത്താവ് പ്രത്യേകിച്ച് യാത്രക്ക് ഇറങ്ങുന്നവരെ അവരുടെ വരത്ത് വിടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണം ഉണ്ടാവട്ടെ. എൻ്റെ ഈശോയെ, ഇന്നത്തെ വഴികളിലൂടെ അവർ സഞ്ചരിക്കുന്ന വഴികളിലൂടെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ സ്വന്തമായി ഡ്രൈവ് ചെയ്യുന്നതായാലും ശരി, മറ്റു വാഹനങ്ങൾ സഞ്ചരിക്കുന്നതായാലും ശരി, കർത്താവിൻ്റെ സാന്നിധ്യം നിന്നെ നയിക്കട്ടെ. അപകടങ്ങളില്ലാതെ കർത്താവ് സമയത്തിന് മുമ്പേ എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്വം തീർത്തുകൊണ്ട് പ്രാർത്ഥനയ്ക്കണയാൻ ആവശ്യമായ കൃപ അങ്ങയുടെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഐ കമാൻഡ് യു ഇൻ ദി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യു ബി ഹീൽഡ്. പ്രോബ്ലം ഇല്ലാത്ത ആൾക്കാർ എവിടെ ചെന്നാലും പ്രോബ്ലം ഉണ്ടാകത്തില്ല. ആർക്കത് പ്രോബ്ലമായിട്ട് തോന്നത്തില്ല. അപ്പം ചിലർക്ക് ഡോർമെൻ്റ് പ്രോബ്ലക്കാരുണ്ടാവും. നിശബ്ദമായിട്ട് പ്രോബ്ലം ഉണ്ട്, പക്ഷേ പുറത്ത് കാണുന്നില്ല. പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഈശോക്ക് ചില 1-2 പേരെ കണ്ടപ്പോൾ ഈശോക്ക് മനസ്സിലായി, ആകെ വലിയ അകത്തുണ്ട്, ഒരു കാലത്തും പുറത്ത് രാത്രി പോലും ഇത് പുറത്ത് വരത്തില്ല. നാഗവല്യ അകത്തുണ്ട്,
പക്ഷേ ഗംഗ വളരെ സുന്ദരമായിട്ട് ജീവിക്കുന്നു, ഇത് പുറത്ത് വരത്തില്ല. അപ്പോൾ ഈശോ എന്ത് ചെയ്ത് പുറത്ത് വരാൻ പറ്റിയ 2 സിറ്റുവേഷൻസ് ഉണ്ടാക്കി. ആരെയാണ്? ഈശോ ഒരാൾ ടേക്കപ്പ് ചെയ്ത അവസരങ്ങൾ കൊടുക്കണ കാണാൻ. ഈശോ പറഞ്ഞു, നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ്, സമറിയ വഴിയാണ് പോണത്. അവർ ജോണും യാക്കോബും യോഹന്നാനും കൂടി പോയി സമറിയയിൽ പോയി നമുക്ക് രാത്രി താമസിക്കാൻ ഇടം ഉണ്ടാക്കാൻ പറയും. അപ്പോൾ വളരെ ശാന്തമായിട്ട് നാഗവല്ലിൻ്റെ അകത്ത് ഉള്ളിലിരിക്കുകയാണ്, പുറത്ത് കാണുന്നില്ല. അപ്പോസ്തലന്മാർ പിശാച് ബാധിതരാണെന്ന് ഞാൻ പറയുകയല്ല. എൻ്റെ പേര് എൻ്റെ അടുത്ത് കുതിര കയറാൻ പറ്റരുത് നിങ്ങൾ. ഞാൻ പറയുന്നത് സുവിശേഷം നിരക്കാത്ത ഒരു സ്പിരിറ്റ് എക്സോർ വഴി ആരിലുണ്ടായാലും ഈശോ അത് അഡ്രസ്സ് ചെയ്യുമെന്ന് ഞാൻ പറയുകയാണ്. അതാണ് എൻ്റെ ഉദ്ദേശം. അത് ഇൻക്ലൂഡിങ് മൈസെൽഫ്. ഞാൻ അനുഭവിച്ച ദൈവത്തെ നിങ്ങളോട് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്കത് അനുഭവം ഉണ്ടാകുന്നതുകൊണ്ടാണ് നിങ്ങൾ കൃപാസനത്തിൽ വരികയും ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിൽ പരിശുദ്ധയുടെ മാധ്യസ്ഥം തേടുകയും ചെയ്യുന്നത്. ദാറ്റ്സ് ഓക്കെ. ഇവിടെ എന്താ പ്രശ്നം? ഇവർ 2 പേരെ വിളിച്ച് യാക്കോബ് അങ്ങോട്ട് വിടുകയാണ്, സമറിയയിലേക്ക് വിടുകയാണ്. അവിടെ ചെന്നിട്ട് അവരുടെ വിശേഷം എന്താണ്? ലൂക്ക 9:53-54. അവൻ ജെറുസലേമിലേക്ക് പോവുകയായിരുന്നത് കൊണ്ട് അവർ അവനെ സ്വീകരിച്ചില്ല. ഇതിനകത്ത് ഒരു പ്രശ്നമുണ്ട്. എന്താണ് എന്ന് പറഞ്ഞേ? അവൻ ജെറുസലേമിലേക്ക് പോവുകയായിരുന്നത് കൊണ്ട് അവർ അവനെ സ്വീകരിച്ചില്ല. അപ്പൊ ദൈവരാജ്യത്തിലേക്ക് ദൗത്യം നിറവേറ്റാൻ വേണ്ടി പോകുന്നവരെ യേശുവിൻ്റെ അരൂപിയില്ലാത്ത ആൾക്കാർ സ്വീകരിക്കത്തില്ല. പക്ഷേ അവർ സ്വീകരിച്ചേക്കാത്തതല്ല സുവിശേഷത്തിൻ്റെ പ്രശ്നം. കൂടെ നിൽക്കുന്ന അണ്ണന്മാർ സ്വീകരിക്കണില്ല, അതാണ് പ്രശ്നം. അതുകൊണ്ട് ഈ പോസ്റ്റ്മോർട്ടത്തിന് ഈ അണ്ണന്മാർ 2 പേരെ എടുത്തിട്ട് വിടുകയാണ്. വിട്ടിരിക്കുക എന്താണ്? എന്നിട്ട് കർത്താവ് അവരുമായിട്ട് ഇവർ ഭയങ്കര ബോൾത്തായാവും. ഇവരുടെ നാഗവല്യ പുറത്ത് ചാടി അവിടെ ചെല്ലുമ്പോൾ എന്നിട്ട് അവർ അതുപോലെ തന്നെ പെസരി പിടിച്ച് സമരക്കാരുമായിട്ടും ഗുസ്തിയായി പെസരി പിടിച്ച് തിരിച്ചു വരുമ്പോൾ അവരെന്താ പറയണമെന്ന് നോക്കിയേ? ഈ അപ്പോസ്തലന്മാരെന്താ പറയണമെന്ന് നോക്കിയേ? വായിച്ചേ. ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും പറഞ്ഞു കർത്താവേ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന്. പണിപാളി. എന്താണ്? ഇവർ സമറിയക്കാർ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ? ഈ അണ്ണന്മാർക്ക് പറയാനെങ്ങനെ അധികാരം കൊടുത്തെങ്കിൽ സമറിയ അത് ദഹിപ്പിച്ചു കളഞ്ഞെന്ന് വരിക. അതാ സംഭവം. ഒരു വ്യക്തിയുടെ ഉള്ളിൽ തന്നെ വേറൊരു വ്യക്തി ജീവിക്കുകയാണ്. ഈ വ്യക്തിയുടെ പേരെന്താണ്? യോഹന്നാനല്ല, അയാളുടെ പേര് വേറെയാണ്. കർത്താവ് പറഞ്ഞിട്ടുണ്ട് അയാളുടെ പേര് എന്താണ്? അയാള് ഒരു കള്ളനാണ്. എന്താണ്? എന്താ വെച്ചാല് യോഹന്നാൻ 10:10 എടുത്തേ. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. അതാണ് കള്ളൻ വരുന്നത്. ഇപ്പൊ ഇവര് തീയും ഗന്ധവും ഇറക്കി സമറിയ നശിപ്പിക്കട്ടെ എന്നല്ലേ പറയണത്. ഇപ്പൊ നശിപ്പിക്കണ അരൂപി ഏതാണ്? കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. പൈശാചിക അരൂപിയ. അതാ 10:10 പറയണത്. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈശോ പറയണത് വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു. അപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു, അതാണ് പ്രശ്നം. എന്ത് അരൂപിയാണ് നിങ്ങൾക്കുള്ളതെന്ന് നിങ്ങൾക്കറിയത്തില്ല. അത് വെച്ചാൽ അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളെ ഗൈഡ് ചെയ്ത് തരണം. നിങ്ങൾ എത്ര അപ്പോസ്തലന്മാരായാലും ശരി, ദെർ മസ്റ്റ് ബി ഗൈഡ് എന്നുള്ള ഒരു ഐഡിയ ആണ് ഈശോ സുവിശേഷത്തിലൂടെ വെക്കുന്നത്. ഇന്ന് വെളുപ്പിന് ഞാനൊരു സാക്ഷ്യം 3.5 മണിക്കൂർ സാക്ഷ്യം കേട്ടു. സർക്കാസ്റ്റിക്കാണ് അത്. അപ്പോൾ ഒരു കുട്ടിക്ക് സ്ഥിരമായിട്ട് അവർക്ക് ഹിയറിങ് കിട്ടത്തില്ല. 3-4 പ്രാവശ്യം ഈ OIT എഴുതിയിട്ടുണ്ട്. കുറേ വർഷമായിട്ട് കുറേ നാളായിട്ട് ഹിയറിങ് കിട്ടത്തില്ല. അപ്പോൾ എന്താ അത് കിട്ടത്തില്ല. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ടു മീ. എന്നോട് അവൾ അത് പറഞ്ഞിട്ടില്ല. ഇതാണ് എൻ്റെ പ്രശ്നമെന്നുള്ളത് എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവരിങ്ങനെ ഈ പ്രൊഫഷണൽസ് എല്ലാം ഇങ്ങനെ മുട്ടനിക്കുമല്ലോ ഇവിടെ. അപ്പം ഓരോ പ്രോസസ്സ് പറയുന്ന സമയത്ത് ഞാൻ ഇവളുടെ ചെവിയെ തൊട്ട് പ്രാർത്ഥിക്കും. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ടു മീ. ഇവൾക്ക് ഇതാണ് പ്രശ്നമെന്നുള്ളത് എന്നോട് പറഞ്ഞിട്ടില്ല.
പക്ഷെ ചെവിയെ തൊട്ട് പ്രാർത്ഥിക്കുമ്പോൾ ചെവി വേറെ, അതായത് ഇവിടെ പോകുമ്പോൾ ഇവിടെ ചിന്തിക്കും എന്തുകൊണ്ടാണ് അച്ഛൻ്റെ ചെവിയെ തൊട്ടത്, എന്തുകൊണ്ടാണ് അച്ഛൻ്റെ ചെവിയെ തൊട്ടത്. പക്ഷെ അത് അപ്പോഴതിന് ഉത്തരമില്ല. പരീക്ഷ ഹോളിലേക്ക് പോയി ഇരിക്കുമ്പോൾ ഇവളുടെ മെയിൻ പ്രോബ്ലം എന്തായിരുന്നു? എല്ലാ സമയത്തും മൊഡ്യൂൾ പോകാൻ കാര്യം ഹിയറിംഗ് മൊഡ്യൂളാണ് പോണത്. പരീക്ഷ ഹോളിൽ ചെല്ലിക്കുമ്പോൾ എന്താ സംഭവിക്കണത്? ഇവൾ പഴയതുപോലെ തന്നെ കേൾക്കണത് ഒരു സംഭവം, കേൾക്കണത്, പക്ഷേ അതിനും ഉത്തരം പറയണത് വേറെ സംഭവം. അതായത് അതുപോലെ തന്നെ കേൾക്കണത് ഒരു സംഭവം, പിന്നെ എഴുതി വെക്കണത് വേറെ സംഭവം. അപ്പോൾ ഇവൾക്ക് തന്നെ അറിയാം ഇത് എന്ത് മണ്ടം പരിപാടിയാണ് കാണിക്കണത്. ഞാൻ കേൾക്കണതല്ലല്ലോ തിരിച്ച് പറയണത്, ഞാൻ കേൾക്കണതല്ലല്ലോ എഴുതി വെക്കണത്. അപ്പോൾ ഇത് തമ്മിൽ ഇവൾക്ക് തന്നെ കൺഫ്യൂഷനാണ്. അതായത് ഇതിനെ ചെവിയെ തൊട്ടിരിക്കുന്ന ഒരു അഭിഷേക പ്രാർത്ഥനയുടെ ഒരു അവസ്ഥ, ഇത് ചെവിയിൽ ആ വരുന്ന മൊഡ്യൂൾസിനെ അതേസമയം തന്നെ ഇതിനെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് അതിൻ്റെ കറക്റ്റ് ഉത്തരങ്ങളിലേക്ക് ഗൈഡ് ചെയ്തുകൂടെ. ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് പറയാറുണ്ട്, ഉടമ്പടി ഒരു ഗൈഡഡ് മിസൈൽ പ്രോഗ്രാംഡ് പ്രെയർ പോലെയാണ് ഇത്. അതിൻ്റെ കറക്റ്റ് ടാർഗറ്റിലേക്കേ പോകത്തുള്ളൂ, ഷാർപ്പ് ഷൂട്ട് ചെയ്യുന്ന പ്രെയറാണിത്. അതുകൊണ്ടാണ് നിങ്ങളെപ്പോഴും ഈ വളരെ മാത്തമാറ്റിക്കലായിട്ടാണ് ഉടമ്പടിയോട് ഇടപെടേണ്ടത്. കാര്യം അതിലെന്താണ് ഡിമാൻഡ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഒരു ഫീലുണ്ട്. ഡിമാൻഡ് ചെയ്യണത് നമുക്ക് ടെക്നിക്കലായിട്ട് വേണമെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യാം, ടെക്നിക്കൽ സാറ്റിസ്ഫാക്ഷൻ ഇപ്പോൾ ഫങ്ഷനായിട്ട് മാറും. പക്ഷേ അതിൻ്റെ അകത്തൊരു കോർഡിയൽ എലമെൻ്റ് ഉണ്ട്, ദൈവത്തോടുള്ള സ്നേഹം. അതുകൂടി ചേർത്ത് വെച്ചാണ് നിങ്ങൾ ഇപ്പോൾ പത്രോസ് തന്നെ എന്താ പറയണത്, പ്രസംഗിക്കുന്നവൻ. ഇഫ് യു ആർ എ സ്പീക്കർ, സ്പീക്ക് ആസ് ഇഫ് ഇറ്റ് ഈസ് ഇൻസ്ട്രക്റ്റഡ് ബൈ ദ ഗോഡ്. ആ വായിച്ചതിനെ എടുത്ത് ശ്രുതിക്കട്ടെ. 1 പത്രോസ് 4:11 പ്രസംഗിക്കുന്നവൻ ദൈവത്തിന്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ. ശുശ്രൂഷിക്കുന്നവൻ ജസ്റ്റ് ഗോട്ട് ദ പോയിന്റ്. എന്താണ് അടുത്ത എന്താ പറയണത്? ശുശ്രൂഷിക്കുന്നവൻ. വായിച്ചോളൂ. ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ട് എന്ന പോലെ ശുശ്രൂഷിക്കട്ടെ. അപ്പൊ ശുശ്രൂഷയാണ് ഇവിടുത്തെ വിഷയം. നിങ്ങൾ പറഞ്ഞാലും ആര്? കർത്താവിൽ നിന്ന് അരുളപ്പാട് ലഭിച്ചവനെ പോലെ പറയണം. പിന്നെ എന്താണ്? നിങ്ങൾ ശുശ്രൂഷിച്ചാൽ, ഇപ്പം നീ ദൈവത്തിൽ നിന്ന് ശക്തി ലഭിച്ചവനെ പോലെ നിങ്ങൾ ശുശ്രൂഷിക്കണം. അപ്പോൾ ദൈവത്തിൽ നിന്ന് ശക്തി ലഭിച്ചവനെ പോലെ. അപ്പോൾ ശുശ്രൂഷയും ശക്തിയും തമ്മിൽ ബന്ധമുണ്ട്. എന്താ കാര്യം? യേശു ക്രിസ്തു 1 Corinthians 1:24 പറയുന്നു. എന്താ പറയണത്? ദൈവത്തിൻ്റെ ജ്ഞാനമാണ്, ദൈവത്തിൻ്റെ ശക്തിയാണ്. ക്രിസ്തുവിൽ നിന്ന് ശക്തി ലഭിക്കുക എന്ന് വെച്ചാൽ ശക്തിയുടെ ക്രിസ്തുവിൻ്റെ തൽഭവമായിട്ടാണ്, തത്സമമായിട്ടാണ് ശക്തി വരണത്. ക്രിസ്തു വരുന്നത് നമ്മുടെ ഉള്ളിൽ വരണത്, അതിൻ്റെ ഫീലിംഗ് പ്രയോഗപരതയിൽ വരണത് ഈ ശക്തിയാണ് ഫീൽ ചെയ്യണത്. എന്തൂസിയാസം ആയിരിക്കും. ഇതിന് നമ്മൾ അഭിഷേകം എന്നും പറയും. ഭയങ്കര പവർ. അതേ ബീവിനൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് അല്ലേ? ബിടെക്കിൻ്റെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ കൃപാസനം പത്രം ബേക്കറി ജംഗ്ഷനിലൊക്കെ കൊണ്ടുനടന്ന് കൊടുക്കുകയാണ്. ഉച്ചക്കാണ് പരീക്ഷ. അതെന്താണ്? ദൈവത്തിൽ നിന്ന് ശക്തി ലഭിച്ചവനെ പോയി. പരീക്ഷയാണ്, സപ്ലിയാണ്, കുറേ സപ്ലി ഉണ്ടായിരുന്നു. അതേപോലെ ആ സമയത്തും ഉള്ളിൽ നിന്ന് ശക്തി ലഭിച്ചവനെ പോലെയാണ് ആ ശുശ്രൂഷ പോണത്. അപ്പം അതുകൊണ്ട് ശുശ്രൂഷകളല്ല നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാവോ? നിങ്ങൾക്ക് ശുശ്രൂഷിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ശക്തി ലഭിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ശുശ്രൂഷ ലഭിക്കാൻ വേണ്ടി ഉടമ്പടി പ്രകാരമുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങള് ചെയ്യാൻ ആവശ്യമായ ക്രിസ്തു അംശമായ ശക്തിയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രുതിക്കട്ടെ. കൃപയെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ കൊതിച്ചുകൊണ്ടിരിക്കണം. കർത്താവേ, നിൻ്റെ കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. കാര്യം കൃപ പവർ ഓഫ് ഗോഡാണ്. ഇതെങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നമുക്ക് ഒരു പിടിയില്ല. എന്നുവെച്ചാൽ ഇത് മെറിറ്റിലല്ല വർക്ക് ചെയ്യണത്. നമ്മുടെ കോൺഫിഡൻസ് ഇരിക്കുന്നത് മെറിറ്റിലാണ്. പലപ്പോഴും നമ്മുടെ കോൺഫിഡൻസ് അസോസിയേറ്റ് ചെയ്ത് അത് ഘടിപ്പിച്ചിരിക്കുന്നത് മെറിറ്റ് എന്നുള്ള അതായത് യോഗ്യത എന്നുള്ള ഒരു വിഷയമായിട്ടാണ് നമ്മുടെ ആത്മവിശ്വാസം ഘടിപ്പിച്ചിരിക്കുന്നത്.
പക്ഷേ കൃപയുടെ റെലമിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ മെറ്റീരിയൽ ആയിട്ടുള്ള മെരിറ്റും അതിനോട് ബന്ധപ്പെട്ട് വരുന്ന കോൺഫിഡൻസും അത് നിങ്ങളുടെ മനുഷ്യാത്മകതയുടെ ഒരു ഭാഗമാണ്, ദൈവികതയുടെ അല്ല. പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണ് സംസാരിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പല കോൺഫിഡൻസും, ഇപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല എന്ന് പറയത്തില്ലേ, എനിക്ക് കോൺഫിഡൻസ് ഇല്ല. ചിലപ്പോൾ ഇൻ്റർവ്യൂവിനാകും എനിക്ക് കോൺഫിഡൻസ് ഇല്ല. കഴിഞ്ഞ ദിവസത്തെ ഒരു സാക്ഷ്യം എന്താണ്, അതായത് ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇൻ്റർവ്യൂവിലാണ്, എംബസിയിലെ വിസ ഇൻ്റർവ്യൂ ആണ്. പക്ഷേ ഇവർക്ക് സ്പീക്കിംഗ് ഭയങ്കര പ്രോബ്ലമാണ്. അപ്പുറത്ത് ഇരിക്കുന്ന ആൾ വിസ ഇൻ്റർവ്യൂ അല്ല, ജോബ് ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ജോബ് ഇൻ്റർവ്യൂവിന് അയാളോട് സംസാരിക്കുകയാണ്. പക്ഷേ സംസാരിക്കുമ്പോൾ ഇവൾക്കൊരു കോൺഫിഡൻസും ഇല്ല. എന്നിട്ട് ഇവൾ സംസാരിക്കണ എല്ലാം പൊട്ടത്തെറ്റാണെന്ന് ഇവൾക്ക് നന്നായിട്ടറിയാം. പക്ഷേ അതിൻ്റെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ഇറ്റ്സ് ഓക്കെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവൾക്ക് തോന്നി ഇയാൾ എന്തറിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പൊട്ടത്തെറ്റാണല്ലോ, പിന്നെ ഇയാൾ എന്താ ഇറ്റ്സ് ഓക്കെ പറഞ്ഞു, ഇയാൾ എന്നെ കളിയാക്കുകയാണെന്നാണ് അവൾ ചോദിക്കുന്നത്. പക്ഷേ അതല്ല സംഭവം, ആ ജോലി അവൾക്ക് കിട്ടും. ദാറ്റ് ഈസ് ഡിവോയ്ഡ് ഓഫ് യുവർ മെറിറ്റ്. അതാണ് വിഷയം. അതായത് നമ്മുടെ കോൺഫിഡൻസ്, നിങ്ങളെ കോൺഫിഡൻസ് എന്ന് പറയുന്ന നിങ്ങളുടെ ആത്മവിശ്വാസം, അത് നിങ്ങൾ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ മെറിറ്റുമായിട്ടാണ്. നിങ്ങളുടെ യോഗ്യത, മേ ബി കാലിബർ, കപ്പാസിറ്റി, അത് ലാംഗ്വേജ് ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും തരത്തിലുള്ള സർട്ടിഫിക്കറ്റ്സ് ആയിരിക്കും, അല്ലേ? നിങ്ങൾ നേടിയെടുത്ത കുറേ സർട്ടിഫിക്കറ്റുകൾ, ക്രാഷ് ആയിട്ടുള്ള കോഴ്സുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള സർട്ടിഫിക്കറ്റുകളായിരിക്കും. അതാണ് നിങ്ങളുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങൾ നേടിയെടുത്ത നിങ്ങളുടെ മനുഷ്യ ശക്തിയിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള നിങ്ങളുടെ നേട്ടത്തിനേക്കാൾ ഉപരി ബിബ്ലിക്കൽ കോൺഫിഡൻസ് വർക്കൗട്ട് ചെയ്യണത് നിങ്ങളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ്. കൈയടിച്ച് കർത്താനെ തുടരുക. ശുദ്ധപരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ നമ്മുടെ ആത്മവിശ്വാസം വർക്ക് ചെയ്യണത് നമ്മുടെ യോഗ്യതയിലല്ല, മറിച്ച് കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിലുള്ള വിശ്വാസത്തിലായിരിക്കണം. സങ്കീർത്തനം 44:3 എന്താ പറയണത്? അവരെ നാട് പിടിച്ചടക്കിയത് വാളുകൊണ്ടല്ലെന്ന്. ഭയങ്കര വചനമാണ്. ഞാൻ വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേറ്റപ്പോൾ ആ സമയത്തുള്ള പ്രാർത്ഥന കിട്ടിയ വചനങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കണതൊക്കെ. അതായത് അവരെ നാട് പിടിച്ചടക്കിയത് വാളുകൊണ്ടല്ല. പിന്നെ എന്താണെന്ന് സങ്കീർത്തനം പറയുന്നുണ്ട്. സങ്കീർത്തനം 44:3 വായിച്ചോളൂ. വാളുകൊണ്ടല്ല അവർ നാട് പിടിച്ചടക്കിയത്, കരമ്പലം കൊണ്ടല്ല അവർ വിജയം വരിച്ചത്. എന്ന് പറഞ്ഞ വാളുകൊണ്ടല്ല അവർ നാട് പിടിച്ചടക്കിയത്, കരബലം കൊണ്ടല്ല അവർ വിജയം വരിച്ചത്. പിന്നെ എന്തുകൊണ്ടാണ് സങ്കീർത്തനം പറയുന്നുണ്ട്? പറഞ്ഞോളൂ, വായിച്ചോളൂ താഴേക്ക്. അവിടുത്തെ വലത് കൈയും ഭുജവും മുഖപ്രകാശവും കൊണ്ടത്രേ അങ്ങ് അവരിൽ പ്രസാദിച്ചു. കണ്ടോ? അവർ നാട് പിടിച്ചടക്കിയത് എങ്ങനെയാണ്? നാട് പിടിച്ചടക്കുകയോ പരീക്ഷ ജയിക്കുകയോ അല്ലെങ്കിൽ വസ്തു ലേലത്തിൽ പിടിക്കുകയോ കേസ് ജയിക്കുകയോ അല്ലെങ്കിൽ വിവാഹം കഴിക്കുകയോ മക്കൾ ജനിക്കുകയോ ചെയ്യുന്നതിന് 2 ഫോർമാറ്റ് ഉപയോഗിക്കാം. സ്വാഭാവികമായ എല്ലാവർക്കും ഉള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് ഉപയോഗിക്കാം. പക്ഷേ നീ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ വരുന്ന ആളല്ലല്ലോ. നിന്നെ ക്രിസ്തു സ്പെഷ്യൽ കമ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റിയില്ലേ? അവൻ നിന്റെ വില കൊടുത്തു കഴിഞ്ഞപ്പോൾ നിന്റെ വീണ്ടെടുത്തപ്പോൾ കൈയിടിച്ച് പരമദിവ്യകാരുണ്യത്തിന്. അപ്പൊ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ ഈ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്ന് മാറുകയാണ് കേട്ടോ, സ്പെഷ്യൽ കമ്പാർട്ട്മെന്റിലേക്ക് വരിക. അതുകൊണ്ട് ബൈബിള് പറയും ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണെന്ന്. സൃഷ്ടി തന്നെ മാറിപ്പോയതാണ്. ശ്രദ്ധിക്കട്ടെ. ഹലോ, ടേക്ക് ദ ബാഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന ആരാധന. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 5:17 വായിച്ചോളൂ. ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. വെർസിക്കൽ 2 കൊരിന്തോസ് 5:17. 2 കൊരിന്തോസ് 5:17 ഏറ്റു പറഞ്ഞേ. ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. That means it's a different person. ക്രിസ്തുവിലായിരിക്കുന്നവൻ എങ്ങനെയാണ് പുതിയ സൃഷ്ടിയാകണത്? അവൻ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് മാറി. ജനറൽ കമ്പാർട്ട്മെൻറ്റ് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അത് മെറിറ്റിലാണ് വർക്ക് ചെയ്യണത്. ക്രിസ്തുവിലായിരിക്കുന്നവന് ഗ്രേസിലാണ് വർക്ക് ചെയ്യണത്. മെറിറ്റിൽ എന്താ കുഴപ്പം? അവർ നാട് പിടിച്ചടക്കിയത് വാളുകൊണ്ടല്ല, അല്ലേ? നാടൊക്കെ പിടിച്ചെടുക്കുന്നത് വാളുകൊണ്ടല്ലേ? അതാണ് മെറിറ്റ് എന്ന് പറയണത്. പിന്നെ എന്താണ്? അവർ വിജയിച്ചത് കരബലം കൊണ്ടല്ല.
മസിൽ പവർ കൊണ്ടല്ലെന്ന്, കരബലം അല്ലേ, മണി പവർ, മസിൽ പവർ. ഈ ലോകത്ത് ഓരോ കാര്യങ്ങൾ നടക്കുന്നത് എങ്ങനെയാണ്? മണി പവർ അല്ലേ, അല്ലെങ്കിൽ മസിൽ പവർ കൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ മണി പവർ ഉള്ളവന് കോൺഫിഡൻസ് ഉണ്ട്, മസിൽ പവർ ഉള്ളവന് കോൺഫിഡൻസ് ഉണ്ട്. ഇത് രണ്ടും ഇല്ലാത്തവർക്ക് കോൺഫിഡൻസ് ഇല്ലെന്നല്ല, ഇത് രണ്ടും ഉള്ളതിന് ഇല്ലാത്തവന് ഇരട്ടി കോൺഫിഡൻസ് ഉണ്ട്. ദ കോൺഫിഡൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് കൈയടിച്ച് അതുകൊണ്ടാണ് ഇപ്പോൾ 2 കൊരിന്ത്യർ 5:17 പറഞ്ഞില്ലേ, ക്രിസ്തുവിലായിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടി ആയിരിക്കുന്നു. ആ പുതിയ സൃഷ്ടി ആണ് എങ്ങനെയാണ്? അതെന്തുകൊണ്ടാണ്? പവർ എല്ലാം മാറിയിട്ട് പേഴ്സണിലേക്ക് വരും. പേഴ്സൺ, വ്യക്തി. ഉടമ്പടിയുടെ ഏറ്റവും വലിയ വാഗ്ദാനം എന്താണ്? ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. നീ എവിടെ പോയാലും നിൻ്റെ കൂടെ ഞാനുണ്ടാകും. 33:14 പുറപ്പെടുന്ന പുസ്തകം. ശ്രുതികട ഹല്ലേലൂയ. പുറപ്പാട് 33:14. ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും, ഒന്ന് പറഞ്ഞ, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. അപ്പോൾ ഈ ഇപ്പം നമ്മൾ 11:29 കണ്ട വചനമില്ലേ, അധ്വാനിക്കുന്നവനെ, ഭാരം വഹിക്കുന്നവനെ നിങ്ങൾ എൻ്റെ അടുത്ത് വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറയണത് ഒരാശ്വാസം ഒരു സർവീസായിട്ട് കൊടുക്കുകയല്ല. The comfort we feel from Jesus Christ is the result of his presence. അവൻ നമ്മുടെ കൂടെ വരുന്നത് കൊണ്ടാണെന്നാണ് ഇപ്പോഴേ ബൈബിൾ വ്യാഖ്യാനിക്കുന്നത്. എന്താ കാര്യം? ഞാൻ തന്നെ, പുറപ്പാട് 33:14, ഞാൻ തന്നെ നിങ്ങളുടെ കൂടെ വരികയും. എങ്ങനെയാണ് വരണത്? ഉടമ്പടി പ്രകാരമാണ്. ഉടമ്പടിയുടെ പാക്കേജിലുള്ള വാഗ്ദാനങ്ങളാണ്. ഞാൻ തന്നെ നിങ്ങളുടെ കൂടെ വരികയും, പറഞ്ഞേ, ഞാൻ തന്നെ നിങ്ങളോട് കൂടെ വരികയും നിങ്ങൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. എവിടെയൊക്കെ വരും? കോടതി വരും, തോക്കാൻ പോണ കേസിൻ്റെ സമയത്ത് വരും. നിന്നെ പ്രതിയാക്കി കേസ് കൊടുത്തിട്ടില്ല, അവിടെ വരും. വാഗ്ദാനത്തിലുള്ളതാണ്. പരീക്ഷ ഹോളിൽ ആരും വരാൻ പറ്റത്തില്ല. എൻ്റെ അമ്മമാരൊക്കെ മക്കൾ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ വരാൻ പോയിരുന്ന് കൊന്തയെല്ലാം കണ്ടിട്ടില്ലേ? അവർക്ക് അകത്ത് കയറാൻ പറ്റത്തില്ല. പക്ഷേ ആൾ അകത്ത് കയറും. എത്ര മക്കളാണ് ഇവിടെ കരഞ്ഞുകൊണ്ട് ഇവിടെ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്? കർത്താവ്, അമ്മ വന്ന് എനിക്കെല്ലാം പറഞ്ഞു തന്നെന്ന്. നമുക്ക് അതൊക്കെ ഓർക്കും, ഇതൊക്കെ ഒരു ഹാലൂസിനേഷനാണ്, ഇല്യൂഷനാണ് എന്നൊക്കെ ഓർക്കും. കാര്യം വല്ലാത്ത പറച്ചിലാണ് ഇവർ പറഞ്ഞു കൂട്ടുന്നതേ. ഞാനിങ്ങനെ എഴുതാൻ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ബിടെക് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയുടെ സാക്ഷ്യം കേട്ടപ്പോഴേ അയാളുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അയാൾ പറയണത്, എനിക്ക് എപ്പോഴും ഞാൻ ചില 5-6 വിഷയത്തിൽ ഞാൻ തോക്കും എപ്പോഴായാലും. അതെന്ത് തോക്കണം വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ ഹാൻഡ് റൈറ്റിങ് അത്ര ശരിയല്ല, ഒന്ന്. രണ്ടാമത്തത്, എനിക്കിങ്ങനെ ചിന്തിക്കേണ്ടി വരും. ഓരോ ചോദ്യം കേൾക്കുമ്പോഴും ഞാനിങ്ങനെ ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ച് എഴുതി ഒരു പാവപ്പെട്ടവൻ പകുതി ആകുമ്പോൾ തന്നെ പരീക്ഷയ്ക്ക് മണിയടിക്കും, തീർന്ന്. അപ്പോഴേ 20 മാർക്ക് അല്ലെങ്കിൽ 50 മാർക്കിൻ്റെ ചോദ്യം എഴുതാൻ പറ്റത്തില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം. അദ്ദേഹത്തിന് സമയം, അതായത് ചിന്തിച്ച് എഴുതുന്ന കാരണം അദ്ദേഹത്തിന് സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം സപ്ലി അടിച്ച് മരിക്കുകയാണ്. പക്ഷേ അയാൾ ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ ഇയാൾ പറയുന്ന വർത്താനം ആ സാക്ഷി കിടപ്പുണ്ട്. അതായത്, ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ തുറന്നപ്പോൾ തന്നെ അമ്മ ഡിക്റ്റേഷൻ തുടങ്ങിയെന്ന്. നമുക്ക് കണ്ണ് നിറഞ്ഞു അത് കേൾക്കുമ്പോൾ. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ തുടങ്ങിയപ്പോൾ തന്നെ അമ്മ ഡിക്റ്റേഷൻ തുടങ്ങി. എന്താണ്? അമ്മ സാന്നിധ്യമായിട്ട് ഇതിൻ്റെ ഉത്തരം പറഞ്ഞു തരാൻ തുടങ്ങി. എന്നിട്ട് ഇവർ ഇങ്ങനെ എഴുതി, അതായത് എല്ലാ കൊല്ലം എഴുതുന്നതിനേക്കാളും 10 മിനിറ്റ് നേരത്തെ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്ത് വെച്ചിരിക്കുക, പേപ്പർ കൊടുത്തിരിക്കണം. ഇതിന് ടൈം ഷോർട്ടണിങ് എന്ന് പറയും, സമയച്ചുരുക്കം. ഉടമ്പടിയുടെ ഒരു വാഗ്ദാനമാണ് സമയച്ചുരുക്കം. ഇത്രയും നാൾ പുള്ളിയുടെ ഒരു കഴിവ്, അത് ചിന്തിച്ച് ആലോചിച്ച് എഴുതുന്ന കാരണം, എഴുതി ഒപ്പിക്കാൻ പറ്റാത്ത കാരണം കുറേ ക്വസ്റ്റ്യൻ വിട്ടു പോകുമായിരുന്നു. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ നിൻ്റെ കൂടെ വരുമെന്ന് പറഞ്ഞല്ലോ, അത് ഉടമ്പടിയിലുള്ളതല്ലേ. അങ്ങനെ വേറെ ഒരു പ്രാർത്ഥനയ്ക്കും ഇല്ലല്ലോ. അതിന് വേറെ ഒരു പ്രാർത്ഥനയ്ക്കും അങ്ങനെ അഷുറൻസ് ഇല്ല. ഐ വിൽ കം വിത്ത് യു എന്ന് പറഞ്ഞ അഷുറൻസ് ഇല്ല. ദിവ്യകുർബാന നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് ദിവ്യകുർബാനയുടെ ഒരു സാന്നിധ്യമുണ്ട്. പക്ഷേ അത് അലൗകികമായ സാന്നിധ്യമാണ്. ഇതുപോലെ പ്രാക്ടിക്കൽ ഫീൽഡിൽ ഒരു പ്രകടനപരത വ്യക്തമല്ല. അത് കാര്യം അത് അതിനു വേണ്ടിയുള്ളതല്ല. ദിവ്യകുർബാന നിത്യതയ്ക്ക് വേണ്ടി ദൈവം സ്ഥാപിച്ചതാണ്. അല്ല നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്ക് അതിന് പ്രൈമറി ഫോക്കസിങ് ഉള്ളതല്ല. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അത് കർത്താവ് വളരെ കൃത്യവും വ്യക്തവുമായി പറഞ്ഞിട്ടുള്ളതാണ്, നിത്യതയ്ക്ക് വേണ്ടിയുള്ളതാണ്. യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് പങ്കാളിത്തം നിനക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ വിശുദ്ധ ശരീരം നീ ഭക്ഷിച്ചുകൊണ്ട് നിൻ്റെ ആത്മാവ് അമർത്യത പ്രാപിക്കണം. അവൻ്റെ ഉത്ഥാനത്തിൻ്റെ പങ്കാളിത്തം നമുക്ക് ലഭിക്കുന്നത് അതുവഴിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ദിവ്യകുർബാന പങ്കെടുക്കുമ്പോൾ
ഇപ്പം നിങ്ങൾക്ക് കുർബാന സ്വീകരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണെങ്കിൽ പോലും ദിവ്യകുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ നിത്യതയ്ക്ക് വേണ്ടിയുള്ള കൂദാശയിൽ എൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കണം എന്നുള്ള ബോധത്തോടു കൂടിയാണ് നീ പങ്കെടുക്കണമെങ്കിൽ കർത്താവ് അതിൻ്റെ തനത് കൃപ നിനക്ക് തന്നിരിക്കും. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത് ദിവ്യകുർബാന എന്ന് പറയുമ്പോൾ അത് മനുഷ്യന്മാർ ചില സമയത്ത് അത് നിത്യതയെ അങ്ങ് മറന്നു കളഞ്ഞിട്ട് അനുദിന ജീവിതത്തിൻ്റെ എല്ലാ വിഷയങ്ങളും കൊണ്ടുവന്ന് കുർബാനയെ ഡംപ് ചെയ്യും. അപ്പോൾ കുർബാനയുടെ ഉദ്ദേശം മാറിപ്പോവും, അല്ലേ? കുർബാനയുടെ ദൈവിക ലക്ഷ്യം അട്ടിമറിക്കപ്പെടും. അത് പിശാചികളാണെന്ന് നമുക്കറിയത്തില്ല. ദൈവിക ലക്ഷ്യമുണ്ടല്ലോ, ഓരോ കാര്യങ്ങൾക്കും ഓരോ ലക്ഷ്യമില്ലേ? അൾത്താറയിൽ കുർബാന അർപ്പിക്കുന്ന ബലിപീഠമാണിത്. ഈ ബലിപീഠത്തെ കൊണ്ടുവന്ന് ഞാൻ ചോറ് തിന്നാനുള്ള അവസ്ഥ എന്തായിരിക്കും? ഇറ്റ്സ് വെരി സിമ്പിൾ. ഇത് ബലിപീഠമാണിത്, അല്ലേ? ഇത് കർത്താവിൻ്റെ കുർബാന അർപ്പിക്കാൻ മാത്രമേ ബലിപീഠം ഉപയോഗിക്കത്തുള്ളൂ. അതായത് അങ്ങനെ വരുമ്പോൾ ഈ ബലിപീഠത്തെ കൊണ്ടുവന്ന് ഞാൻ പുട്ടും കാപ്പിയും കഴിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും? ഏതാണ്ട് ഇതുപോലെയാണ് പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാഥമികമായ ആവശ്യങ്ങൾ, ശാരീരികമായ ആവശ്യങ്ങൾ മാത്രം പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം. കാര്യം അതിനുവേണ്ടി അല്ലല്ലോ സ്ഥാപിച്ചത്. അതൊക്കെ ഈശോ പറഞ്ഞത് അതൊക്കെ ചേർത്ത് നൽകുമെന്നല്ലേ പറഞ്ഞത്? അതൊക്കെ ചേർത്ത് നൽകും. പിന്നെന്ത് ചെയ്യണം? നീ ആദ്യം ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കണം. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ നീതി, ആ ദൈവരാജ്യം നിലവിൽ വരാൻ വേണ്ടിയുള്ള നീതി പ്രവർത്തനങ്ങൾ, അതിൻ്റെ അകത്ത് കാരുണ്യപ്രവൃത്തികളെല്ലാം ഉണ്ട്. അതിൻ്റെ അകത്ത് അവകാശ പോരാട്ടങ്ങൾ വരെയുണ്ട്. ഇപ്പോൾ ഇന്ന് വിഴിഞ്ഞത്തിൻ്റെ 100-ാം ദിവസമാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് ഈ കാലത്ത് വളരെ ജാഗ്രതയുള്ളവരാണ്. ഒരു ജനവിഭാഗം മുഴുവനും കടലോരത്ത് അമ്മയും കുഞ്ഞും ഭർത്താവും ഭാര്യയും അയങ്ങളമാരും എല്ലാം കൂടി ഒറ്റമുറിയിൽ താമസിച്ചിട്ട് 4 വർഷമായി. അപ്പം അങ്ങനെയുള്ള ഒരു സമയം അവർക്ക് സ്വന്തമായിട്ട് വീട് സ്ഥലം ഉണ്ടായിരുന്നവരാണ്. അശാസ്ത്രീയമായ വികസനത്തിൻ്റെ പേരിൽ കടൽ കയറി അതെല്ലാം നശിപ്പിച്ചിട്ട് അവരെ റീസ്റ്റേറ്റ് ചെയ്യാൻ ഗവൺമെൻറ് പറ്റണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റീസ്റ്റേറ്റ് ചെയ്യാൻ പറ്റിയ സംവിധാനങ്ങളെക്കുറിച്ച് ഗവൺമെൻറ് സമ്മർദ്ദം ചെലുത്താൻ ആവശ്യമായ അവകാശ പോരാട്ടങ്ങൾ, അനീതിക്ക് വേണ്ടി നീതിക്ക് വേണ്ടി വിശക്കാൻ പറഞ്ഞ, നീതിക്ക് വേണ്ടി കരയാൻ പറഞ്ഞ് കർത്താവിൻ്റെ വചനത്തിന് കൊടുക്കുന്ന മാംസധാരണങ്ങളാണ് അവകാശ പോരാട്ട സമരങ്ങൾ. കൈയിടിച്ച് കർത്താവ് നീതി നടത്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പോൾ അന്വേഷിക്കാൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ. ടേക്ക് ദ വേർഡ് ഓഫ് ഗാഡ്. അതായത് ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഈശോ തന്നൊരു വചനമാണിത്. അതായത് കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു. അവിടുത്തെ അന്വേഷിക്കാൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ. ഉടമ്പടി എന്ന് പറയുന്നത് അതിൻ്റെ അൾട്ടിമേറ്റ് റിസൾട്ട് പ്രസൻസ് ഓഫ് ഗോഡാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഉടമ്പടി അതെടുത്ത വ്യക്തികൾ ശരിക്കും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പ് വരുത്തുന്ന, അല്ലെങ്കിൽ സാന്നിധ്യത്തിന് വേണ്ടി കൊതിയോടെ കാത്തിരിക്കാൻ നമ്മൾക്ക് ഉറപ്പ് നൽകുന്ന ഒരു പ്രാർത്ഥനയാണ്. കാര്യം നമ്മളെപ്പോഴും ചിന്തിക്കണ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ മതി, ദൈവം കൂടെ വരണ്ട എന്നാണ് ചിന്തിക്കുന്നത്. പക്ഷേ ചില കാര്യങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പോരാണ്ട് വരും. എന്താ കാര്യം? നമ്മുടെ മെരിറ്റുകൾ അസ്തമിക്കുന്നിടത്ത് വെച്ച് ഗ്രേസ് വർക്ക് ചെയ്യത്തുള്ളൂ എന്ന് എഫേസ്യസ് 2:8 പറയാം. നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അപ്പോൾ നമ്മളുടെ മെരിറ്റുകൾ അസ്തമിക്കുന്ന സ്ഥലമുണ്ട്, നമ്മുടെ യോഗ്യതകൾ അസ്തമിക്കുന്ന സ്ഥലമുണ്ട്. ആ യോഗ്യതകൾ അസ്തമിക്കുന്ന സ്ഥലത്ത് പിന്നെ എന്താ വർക്ക് ചെയ്യാൻ സാധ്യതയുള്ളത്? ഗ്രേസാണ് വർക്ക് ചെയ്യണത്, കൃപയാണ് വർക്ക് ചെയ്യണത്. യെശയ്യാ 55:6 കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ. അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. അതായത് ഉടമ്പടിയിലുള്ള ഏറ്റവും വലിയ പാക്കേജ് പ്രോമിസ് പ്രസൻസ് ഓഫ് ഗോഡാണ്. അതാണ് കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ എന്ന് പറയുന്നത്. ഉടമ്പടി എടുത്ത എല്ലാ വ്യക്തികൾക്കും ഈ അവകാശമുണ്ട്. അപ്പം നിങ്ങളുടെ IELTS അല്ലെങ്കിൽ വസ്തുവിൽപ്പന അല്ലെങ്കിൽ വീട് വെപ്പ് എന്നുള്ള ഒരു കൊച്ചു മിനിമം പ്രോഗ്രാമിൽ നിന്ന് മനസ്സിനെ സ്വതന്ത്രമാക്കണം. അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും, അതിൻ്റെ അപ്പുറത്ത് നടക്കും. പക്ഷേ നിങ്ങൾ എന്താണ് മനസ്സിൽ വെക്കേണ്ടത്? ഉടമ്പടി പുതുക്കി കൊണ്ടിരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരെ ചെയ്യേണ്ടത് പ്രസൻസ് ഓഫ് ഗോഡിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. പ്രസൻസ് ഓഫ് ഗോഡിന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ അത് മെറിറ്റിലല്ല വർക്ക് ചെയ്യണത്, ഗ്രേസിലാണ് വർക്ക് ചെയ്യണത്. ഇപ്പോൾ എത്ര ഇപ്പോൾ അനാർക്കിൻ്റെ മല്ലന്മാരെക്കുറിച്ച് പറയേണ്ടത് ബൈബിള്. അനാർക്കിൻ്റെ മല്ലന്മാർ
എന്താ ഈ മോശ ജോഷുവയെ ഒക്കെ കാനാൻ ദേശം ഒറ്റുനോക്കാൻ വേണ്ടി വിട്ടില്ല. അവർ കീഴടക്കാൻ പോണ ദേശങ്ങളിലെ ജനങ്ങളുടെ വലിപ്പവും അവിടുത്തെ കൃഷിയും അവിടുത്തെ കോട്ടകളും സൈന്യവും തങ്ങൾക്ക് അവരെ കീഴടക്കാൻ പറ്റുമോ ഇല്ലയെന്നറിയാൻ വേണ്ടി ഒരു സ്പൈ വർക്ക് ചെയ്യാൻ വേണ്ടി മോസസ് വിടും. അപ്പോൾ മോസസ് വിടുമ്പോൾ അത് ഇവർ കാനാൻ ദേശത്തൂടെയൊക്കെ സഞ്ചരിച്ചിട്ട് പേടിച്ച് അരണ്ട് ഇവരിവിടെ വരും. എന്നുവെച്ചാൽ പറയും രാക്ഷസന്മാരാണ് അവിടെ ഉള്ളത്, അനാർക്കിൻ്റെ സന്താനങ്ങൾ അവിടെ ഉണ്ട്. അനാർക്ക് മല്ലനാണ്. പണ്ട് മല്ലന്മാർക്ക് പുരാതന മല്ലന്മാരുണ്ടല്ലോ ബൈബിളിൽ. അപ്പോൾ 8 അടിയോ 9 അടിയൊക്കെ ഉള്ള മനുഷ്യർ, അത്തരം മനുഷ്യരെ അവരെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് ഞങ്ങളെ വിട്ടിലാണെന്നാണ് തോന്നിയത്. അവർക്കും അങ്ങനെ തോന്നിക്കാണുമെന്ന് ഞങ്ങളെ കണ്ടപ്പോൾ. ഈ വിട്ടിലൊക്കെ എവിടെ പോകണമെന്ന് പിടിച്ചു തീരാൻ പറ്റില്ല, അപ്പോൾ പേടിയാണെന്ന്. അപ്പോൾ നമുക്കത് അവിടെ അടുക്കാൻ പറ്റത്തില്ലെന്ന് പറയും. അപ്പോൾ അടുക്കാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ കലേബ് പറയുന്ന ഒരു വാക്കുണ്ട്. എന്താ പറയണത്? അടുക്കാൻ പറ്റത്തില്ല എന്നുള്ളത് ഒരു യോഗ്യതയുടെ വിഷയമാണ്. ഇത് മെറിറ്റിൽ വർക്ക് ചെയ്യത്തില്ല, പക്ഷേ ഗ്രേസിൽ വർക്ക് ചെയ്യും. കർത്താവ് അവരെ നമുക്ക് ഏൽപ്പിച്ച് തരുമെന്ന്. അതാണ് സംഭവം. അപ്പോൾ നിനക്ക് അടുക്കാൻ പറ്റാത്ത സ്ഥലത്തേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ അരുൺ ഒരു സാക്ഷ്യം പറഞ്ഞു. അരുണിൻ്റെ സാക്ഷ്യം എന്ന് വെച്ചാൽ അരുൺ ഒരു എൻജിനീയർ, അവൻ ഉടമ്പടി കൃത്യമായിട്ട് ഷാർപ്പായിട്ട് ഉടമ്പടി ഫോളോ ചെയ്യുന്ന ആളാണ്. അതിൻ്റെ വചനങ്ങളും അതിൻ്റെ നടപടിക്രമങ്ങളും അതിൻ്റെ പ്രവൃത്തി അളവെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നതാണ്. അപ്പോൾ അവനെ തൽക്കാലത്തേക്ക് ഒരു ഓവർസിയർ സൂപ്പർവൈസറായിട്ടൊരു കമ്പനിയിൽ നിയമിച്ച് കഴിയുമ്പോൾ മദ്രാസിലെ ആ കമ്പനിയുടെ അപ്പുറത്ത് R&D എന്നും പറഞ്ഞ് വേറൊരു സെക്ഷനുണ്ട്. അവിടെ ആർക്കും പോകാൻ പറ്റത്തില്ല. അരുൺ വർക്ക് ചെയ്യുന്നത് ഒരു സൂപ്പർവൈസറായിട്ടൊരു കമ്പനിയിൽ. ആ കമ്പനിയുടെ ഓപ്പോസിറ്റായിട്ട് R&D എന്നും പറഞ്ഞൊരു വലിയ ഹെഡിങ് എഴുതിയിട്ടുണ്ട്. അത് ഭയങ്കര പ്ലാന്റാണ്, റിസർച്ച്. അതായത് അവിടെ ചെല്ലാൻ ആർക്കും പറ്റത്തില്ല. അപ്പോൾ ഇവൻ പറയും, കർത്താവിനോട് പറയും, കർത്താവേ എനിക്കവിടെ പോകണമല്ല എന്ന് പറയും. ഞാനൊത്തിരി കൊതിച്ചിട്ടുണ്ട്, അവൻ എൻജിനീയർ അല്ലേ, അപ്പോൾ എനിക്കവിടെ പോകണം. പക്ഷേ എനിക്കവിടെ പറയാനോ ചോദിക്കാനോ അവിടെ കൊണ്ട് എത്തിക്കാനോ മെറിറ്റ് നിൽക്കില്ല. എൻ്റെ കർത്താവ് എന്നെ സഹായിക്കണമെന്ന് പറയും. ഉടനെ R&D എന്ന് പറയുന്നത് എന്താണ്? റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റാണ്. അത് ഉന്നതമായ ശമ്പളത്തിൽ സയൻറ്റിസ്റ്റുകൾ വർക്ക് ചെയ്യുന്ന സ്ഥലമാണത്. ഒറ്റ മാസം കൊണ്ട് അവന് അരുണിന് കർത്താവ് അവിടെ ജോലി കൊടുക്കും. അതാണ് അത്. നമ്മൾ ഞെട്ടിപ്പോവാൻ സാക്ഷ്യം കേട്ട് കഴിഞ്ഞാൽ നല്ല സൂപ്പർ സാക്ഷ്യം. അവൻ ആഗ്രഹിച്ച് ഈ ബോർഡ്, ഇപ്പം ഞാനും പറയണം, ഈ ബോർഡ് അവനെ കാണിച്ചത് കർത്താവാണ്. കാര്യം എന്താണ്? നീ കാണിക്കുന്ന ജനതയെ ഞാൻ നിനക്ക് തരും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ആക്രാന്തമല്ല, മറിച്ച് അവൻ്റെ കലിബർ അനുസരിച്ച് അവനെ കിട്ടാനുള്ള അവകാശമുള്ള ഇടമാണത്. അപ്പോൾ അത് അവൻ ആഗ്രഹിക്കുന്നത് കർത്താവിലാണ് ആഗ്രഹിക്കുന്നത്. അതാണ്. അതായത് അപ്പോൾ അനാർക്കിൻ്റെ മല്ലന്മാർ, വലിയ എഞ്ചിനീയർമാരായിട്ടുള്ള മല്ലന്മാരാണത് കൈകാര്യം ചെയ്യണത്. ഇവൻ അവിടെ അശുവാണ്. പക്ഷേ അവൻ കർത്താവിനോട് ചോദിക്കുമ്പോൾ അവിടെ R&Dയിൽ വർക്ക് ചെയ്യാൻ കർത്താവ് അവന് ഒറ്റ മാസം കൊണ്ട് അവസരം കൊടുക്കുന്നത്. നിങ്ങൾ ആ സാക്ഷ്യം ഒന്ന് രണ്ടാമത് കേൾക്കണം, നല്ലതായിരിക്കും തോന്നണം. കാര്യം ബൈബിളിൽ അന്ന് പറഞ്ഞത് തന്നെയാണ് ബൈബിൾ ഇന്നും പറയണത്, മാറ്റി പറയത്തില്ല. ബൈബിളിൻ്റെ ഗുണം അതാണ്.